എൻ്റെ ഒരു വിശ്വാസം. കാരണത്തിലാണെന്ന് വെച്ചാൽ ബി.ജെ.പിയുടെ പ്രവർത്തകർ ഇതുവരെയും ബി.ജെ.പിയുടെ പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചെങ്കിലും ജയിക്കുന്ന സാഹചര്യം ഇല്ലായിരുന്നു. ഇനി ബി.ജെ.പിയുടെ പ്രവർത്തകർ, ഞാൻ ഉൾപ്പെട്ട ബി.ജെ.പിയുടെ പ്രവർത്തകർ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ജയിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഞങ്ങൾ നടത്തുന്നത്. അത് ജയിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ജയിക്കാൻ വേണ്ടി മത്സരം. 5 കൂടുതൽ ഇത് പറയുന്നത് കേട്ടില്ല. പറയുന്നത് മുഴുവൻ ശ്രദ്ധിക്കണം കൊച്ചനിയൻ. കാരണം മിനിമം 5 സീറ്റെങ്കിലും 5 കൂടുതൽ കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ പറയാത്തത് പറഞ്ഞ് നമ്മളെ കുഴപ്പത്തിലോട്ട് വിടണ്ട. അത് അങ്ങനെ ഒരു താരതമ്യപ്പെടലും വേണ്ട. എ.കെ. ആന്റണിയുടെ മകനാണ് അദ്ദേഹം. എ.കെ. ആന്റണിയുടെ മകനാണെന്നെങ്കിൽ ഞാൻ കണ്ടു, എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം അത് എന്റെ ഈ വരവായിട്ട് ഒരു ബന്ധവുമില്ല. അദ്ദേഹം ഒരു ഇൻഡിപെൻഡന്റ് വ്യക്തി എന്ന നിലയിലാണ്. പിന്നെ ഏതോ ഒരു അച്ഛൻ വന്നു പറഞ്ഞു നിങ്ങളെ പത്രത്തിൽ ഞാൻ കണ്ടു, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2023 ഡിസംബർ 9 കൂടിയ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഡിസിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പാർട്ടിയിലേക്കാൻ തീരുമാനിച്ചത്. അപ്പൊ പിന്നെ ഇത് വല്ല അർത്ഥമുണ്ടോ ചോദിക്കുന്നതിനകത്ത്? ഇനി വീണ്ടും നിങ്ങൾ എന്താ എന്നെ കൊണ്ട് ചോദിപ്പിക്കുന്നു, ഉത്തരം പറയിക്കുന്നു? യാതൊരു സംശയമുള്ള ഒരു കാര്യം പറയാം. ഇവിടെ ഏതാ ഞാൻ റോമൻ കത്തോലിക്ക സഭയിൽ പ്രമുഖ വ്യക്തിയാണല്ലോ. ഞാനത് പറയുന്നത് തന്നെ കുഴപ്പം? ഞാൻ അങ്ങനെ എല്ലാം തോന്നലുണ്ടോ? അല്ല, അങ്ങനെ തോന്നലുണ്ടോ? തോന്നൽ വേണ്ട. ഒരു സംശയം എന്നോട് ചോദിക്കേണ്ട, ചോദ്യം ഉത്തരം കിട്ടുമെന്ന് ചോദിക്കരുത്. ഈ സഭയുടെ ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കത്തോലിക്കൻ മാത്രമല്ല. ഞാൻ കത്തോലിക്കനാണ്. കത്തോലിക്കൻ മാത്രമല്ല, പെന്റിക്കോസ്റ്റ് ഉണ്ട്, CSI ഉണ്ട്, ജാക്കബറ്റ്സ് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, പിന്നെ മർത്തോമ സഭയുണ്ട്. ഏറ്റവും പ്രബല സഭയാണ് മർത്തോമ സഭ. ഈ സഭയ്ക്കൊക്കെയുള്ള നേതാക്കന്മാര്, ബിഷപ്പന്മാരും നേതാക്കന്മാരും ഉണ്ട്. ഇവരോടെല്ലാം ഞാൻ ആശയവിനിമയം നടത്തിയിട്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. ഒരു സംശയം വേണ്ട. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കമ്മിറ്റി ഡിസംബർ 9 കൂടി കമ്മിറ്റിയിൽ ഒരാൾ പോലും എതിര് പറഞ്ഞില്ല. മനസ്സിലായില്ലേ? 95% പേരും ബി.ജെ.പി ചേരണമെന്ന് പറഞ്ഞു. ഒരു 5% നമ്മൾ ബി.ജെ.പിയോടൊപ്പം നിന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു 5 അംഗ കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് അതാണ് ചേരാൻ തീരുമാനിച്ചത്. ഒരു വാക്ക് പറഞ്ഞു വെച്ച് വാക്ക് വ്യത്യാസം ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരു കമ്മിറ്റിയെ വെച്ച കമ്മിറ്റിയുടെ തീരുമാനം നമ്മൾ അംഗീകരിക്കണം. അതാണ് സത്യം. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല, ആത്മാർത്ഥമാണോ ചിന്തിച്ചില്ല. എന്നെ വിശ്വസിക്കുന്നു നിങ്ങൾ. ഏതെങ്കിലും ഒരു സ്ഥാനം ഈ നിമിഷം വരെ ഇത് അദ്ദേഹം നിൽക്കുന്നു, അല്ലെ ജലത്തിക്കുറ കൂടെ പോയാലും ചോദിച്ചു, ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും വഴക്കുണ്ടാക്കുന്നു? അല്ല, അവിടെ എന്നോട് എങ്ങനെ ഞാനിതൊന്നും ആവശ്യപ്പെടുന്നത് പാർട്ടി നേതൃത്വം പറയുന്നത്. അവരെന്നോട് പറയാണ്, ബി.ജെ.പിയുടെ നേതൃത്വം പറയാണ്, നാളെ മുതൽ കേരളത്തിലെ ഓഫീസിന്റെ ചാർജുള്ള ഒരു പ്യൂണായിട്ടിരിക്കണം. ഞാൻ പ്യൂണായിട്ടിരിക്കും. ലയന സമ്മേളനം ഉണ്ട്, തീർച്ചയായിട്ടും. ലയന സമ്മേളനം മിക്കവാറും തിരുവനന്തപുരത്ത് വെച്ച് നടത്താനാണ് ആലോചിച്ചത്. ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല, ഉടനെ ഉണ്ടാവും.